വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തകർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തകർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താ. വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു പാട്ടാണത്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, എന്റെ വീടിന്മേൽ കാറ്റടിച്ചു. പക്ഷേ തകർന്നു പോകാതെ കരുതലിന്റെ കരം നീട്ടി എന്നെ കാത്ത ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തനായ ദൈവദാസൻ അങ്ങനെയാണ് പാടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ നാം 2 വീട് പണിയുന്ന മനുഷ്യരെ കുറിച്ചാണ് വായിക്കുന്നത്. 2 പേർ അവർക്ക് വീട് പണിയുകയാണ്. 2 വീടുകളും പണിയുന്നത് നദീതീരത്തായിരിക്കാം. അതുകൊണ്ടാണ് നാം ഇത് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, വൻമഴ ചൊരിഞ്ഞു, നദിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ ആ വീടിന്മേൽ ആഞ്ഞടിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ അത് നദിയുടെ അരിയിലായിരിക്കാം ആ വീട്. 2 വീടും ഒരേ സ്ഥലത്ത് തന്നെയാണ് പണിയുന്നത്. 2 പേരാണ് വീട് പണിയുന്നത്. ഒരു സമയത്താണ് വീട് പണി തുടങ്ങിയത്. 2 വീടുകൾ. പക്ഷേ വീട് പണി തുടങ്ങി കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളുടെ വീട് അതിമനോഹരമായ വീടായിട്ട്, വളരെ പുറമേ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ ഒരു വീടായിട്ട് പെട്ടെന്ന് പണി തീർന്നു വരികയാണ്. മറ്റുള്ളവരെല്ലാം അതിനെ നോക്കി ആശ്ചര്യം കൂറി. എന്നാൽ മറ്റേയാളുടെ വീട് അത് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അതിന്റെ പണി ഒന്നും തന്നെ അപ്പോഴും അടിസ്ഥാനമിടുന്നേ ഉള്ളൂ. ആ വ്യക്തി ആഴം കുഴിച്ച് ആ മണലിന്റെ തീരത്ത് വളരെയധികം കുഴി കുഴിച്ച് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ വീടിന്റെ പണി ഒന്നും ആയിട്ടില്ല. പുറമേ നിന്ന് നോക്കിയവർ എല്ലാവരും അടക്കം പറഞ്ഞു, ഓ, ഈ മനുഷ്യൻ എന്തൊരു മണ്ടനാണ്, ഇവന് ഇപ്പോഴും ഇവിടെ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മറ്റേയാളെ നോക്ക്, അവൻ മനോഹരമായ ഒരു വീടിന്റെ പണി തീർക്കാറായിരിക്കുന്നു, അവന്റെ വീടിന്റെ പണി തീരാറായിരിക്കുന്നു. അതിമനോഹരമായ വീട്, കണ്ടാൽ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഫർണിഷിംഗ് ആണ്, എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഒരു വീട്. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞു, 2 പേരുടെയും വീടിന്റെ പണി തീർന്നു. 2ാമത്തെ മനുഷ്യൻ അതെ ആ നദീതീരത്ത് കുഴിച്ച് വളരെ താമസിച്ച് വീടുണ്ടാക്കിയ ആളുടെയും വീടിന്റെ പണി കഴിഞ്ഞു. പക്ഷെ ആ വീട് നോക്കുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല കാണാനായിട്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ തൽക്കാലം താമസിക്കാൻ മാത്രം സൗകര്യമുള്ളതായ ഒരു വീട്, ഒരുപക്ഷെ ഒരു കൊച്ചു വീടായിരിക്കാം. മറ്റുള്ളവർക്ക് നോക്കി അഭിപ്രായം പറയുവാൻ തക്കവണ്ണം ഒരു പുതുമയും അതിനില്ല. പക്ഷേ വലിയൊരു മഴ പെയ്തു, കൊടുങ്കാറ്റടിച്ചു, നദിയിലെ വെള്ളം പൊങ്ങി വന്നു, ആ വീടുകളിന്മേലേക്ക് ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. അപ്പോഴാണ് മറ്റുള്ളവർക്ക് അതിന്റെ വില മനസ്സിലായത്. വളരെ മനോഹരമായി പുറമേ കണ്ടതായ ആ ഭവനം ആ കാറ്റടിച്ചപ്പോൾ, പേമാരി പെയ്തപ്പോൾ, വീടിന്മേൽ നദി പൊങ്ങി വെള്ളം വന്ന് അലച്ചപ്പോൾ ആ വീട് ഇടിഞ്ഞു വീണുപോയി. എന്നാൽ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട്, പാറയിൽ അടിസ്ഥാനമിട്ട് പണിതായ ആ മറ്റേ വ്യക്തിയുടെ വീട് അവിടെ അപ്പോഴും നിലനിന്നു. എത്ര വലിയ കാറ്റടിച്ചിട്ടും, എത്ര വലിയ പേമാരി ആഞ്ഞു പെയ്തിട്ടും, ആ നദിയിലെ വെള്ളം ആർത്തലച്ച് ആ വീടിന്മേലേക്ക് കയറുവാൻ നോക്കിയിട്ടും ആ വീടിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവൈതലേ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴവും. ഒരുപക്ഷെ 2 പേരും വിശ്വാസികളായിരിക്കാം. 2 വിശ്വാസികൾ അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ വീട് പണിയുകയാണ്. വിശ്വാസ ജീവിതത്തിന്റെ ഭവനം പണിയുമ്പോൾ ഒരാൾ
നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് വന്നു, പെട്ടെന്ന് വളരെ ആക്റ്റീവായിട്ട് ഒരുപക്ഷെ മിനിസ്ട്രിയിലേക്ക് എടുത്തു ചാടി പുറപ്പെട്ടിരിക്കാം, ഒരുപക്ഷെ വളരെ പുറമെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കാം. പക്ഷെ മറ്റേ വ്യക്തിയെ ആരും അറിയുന്നത് പോലും ഉണ്ടായിരിക്കില്ല. അദ്ദേഹം അപ്പോഴും ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ സ്നേഹം ക്രിസ്തുവിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറമെ ലോകം കാണുന്നവനായിട്ടല്ല. ഈ ഭൂമിയിൽ ആരും കണ്ടില്ലെങ്കിലും എന്റെ അടിസ്ഥാനം എന്റെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ അടി ഉറപ്പിക്കണമെന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം തന്റെ സ്നേഹം മുഴുവനും ക്രിസ്തു എന്ന ആ കർത്താവിലേക്ക് മാത്രം തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാറയാകുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് തന്റെ ക്രിസ്തീയ ജീവിതം പണിതുയർത്തിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞു, വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചു. ഒരുപക്ഷെ ഒറ്റപ്പെടുത്തലുകളായിരിക്കാം, ഒരുപക്ഷെ വലിയ രോഗബാധകളായിരിക്കാം, ഒരുപക്ഷെ കടക്കെണികളായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, ഒരുപക്ഷെ സ്വന്തം കുടുംബക്കാരിൽ നിന്നുള്ള എതിർപ്പായിരിക്കാം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അതെ, ഒരു പ്രശ്നം വന്നു എന്നല്ല പറയുന്നത്, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വീടുകളിന്മേലേക്ക് ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടതായ ഭക്തന്റെ വീട് അവിടെ അടർന്നു വീണു പോയില്ല. അത് കുലുങ്ങാതെ നിന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോടാണ് നമ്മുടെ സ്നേഹവും നമ്മുടെ ഭക്തിയും നമ്മുടെ കടപ്പാടുമെങ്കിൽ അതെ, ഈ ക്രിസ്തു ജീവിതം ഒരു കാലത്തും തകർന്നു പോകുകയില്ല. ഈ ഭൂമിയിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് നാം കർത്താവിന്റെ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം വേർതിരിച്ചുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപക്ഷെ നാം ഒന്നുമായി തീർന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മുടെ സ്നേഹവും നമ്മുടെ എല്ലാ കടപ്പാടും നമ്മുടെ കർത്താവിനോടാണെങ്കിൽ, എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്നെ സ്നേഹിച്ച എന്റെ പ്രാണപ്രിയനായ യേശുവിനോട്, എനിക്ക് വേണ്ടി രക്തമൂറ്റി തന്ന, എന്റെ പാപക്കടങ്ങൾ കഴുകി തന്ന, എന്റെ പാപക്കറകൾ പോക്കി എന്നെ മാന്യാക്കി തീർത്ത എന്റെ യേശുവിന്റെ കരങ്ങളിലാണ്, അവന്റെ കരങ്ങളിലാണ് എന്റെ ജീവിതം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നങ്ങളും നമ്മെ മുക്കിക്കളയുകയില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മെ പൊന്നുപോലെ സൂക്ഷിക്കും. ഹല്ലേലൂയ. പൊന്നുരുക്കി അതിനെ തങ്കമാക്കുന്ന പോലെ നമ്മെ തനി തങ്കമാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ ഒരുപക്ഷെ അറിയപ്പെട്ടില്ലെങ്കിലും സാരമില്ല, നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കുന്നതായ ഒരു ദിവസമുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, പ്രിയപ്പെട്ട ദൈവമകനെ, പ്രിയപ്പെട്ട ദൈവമകളെ, നിന്റെ ജീവിത പടക് ആടി ഉലയാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് നമുക്ക് പണിയാം. ഹല്ലേലൂയ. പുറമെ ആരും കണ്ടില്ലെങ്കിലും, ആരും പ്രശംസിച്ചില്ലെങ്കിലും, ആരും സമ്മാനം തന്നില്ലെങ്കിലും, ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, നിന്നെ മനസ്സിലാക്കുന്ന നല്ലവനായ യേശു ജീവിക്കുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അതെ, താണിരിക്കുന്ന ദൈവവൈതലിനെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിലും ഉയർത്തും, അതെ, സ്വർഗോന്നതികളിലും കർത്താവ് നമ്മെ ഉയർത്തും. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ നല്ല കിരീടത്തിന് വേണ്ടി, നല്ല പാർപ്പിടത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട്, ആ ശാശ്വതമായ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന നല്ല വിശ്വാസികളായി നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കാം. ഈ കർത്താവിനെ മറന്നു പോകാതെ കർത്താവിന്റെ സ്നേഹത്തെ എന്നും വാഴ്ത്തി പുകഴ്ത്തുന്നവരായി നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ സ്നേഹം നമ്മെ ക്ഷണിക്കുന്നു, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ വിളിക്കുന്നു. ദൈവത്തിന്റെ തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.